ഒരിക്കൽ ഒരു വിദേശ വ്യാപാരി ഒരു രാജാവിന്റെ സദസ്സിലെത്തി. അദ്ദേഹം രാജാവിന് മുന്നിൽ ഒരേപോലെ ഇരിക്കുന്ന 3 സ്വർണ്ണ വിഗ്രഹങ്ങൾ വെച്ചു. കാഴ്ചയിൽ അവ മൂന്നും ഒരേ വലിപ്പവും ഒരേ രൂപവും ഒരേ തിളക്കവുമുള്ളതായിരുന്നു. വ്യാപാരി രാജാവിനോട് പറഞ്ഞു, പ്രഭോ, ഈ വിഗ്രഹങ്ങൾ കാണാൻ ഒരുപോലെയാണെങ്കിലും ഇവയുടെ മൂല്യം വ്യത്യസ്തമാണ്. ഇതിലൊന്ന് ഏറ്റവും മികച്ചതും ഒന്ന് ഇടത്തരവും ഒന്ന് ഒന്നിനും കൊള്ളാത്തതുമാണ്. ഏതാണ് മികച്ചതെന്ന് കണ്ടെത്താൻ അങ്ങയുടെ സദസ്സുള്ളവർക്ക് കഴിയുമോ? പലരും വന്ന് വിഗ്രഹങ്ങൾ പരിശോധിച്ചു, തൂക്കിനോക്കി, കൊത്തിനോക്കി. പക്ഷേ ഒരു മാറ്റവും കണ്ടെത്താനായില്ല. ഒടുവിൽ സദസ്സിലെ ബുദ്ധിമാനായ ഒരു മന്ത്രി മുന്നോട്ടു വന്നു. അദ്ദേഹം ഒരു ചെറിയ നാരെടുത്തു. ഒന്നാമത്തെ വിഗ്രഹം. മന്ത്രി നാർ വിഗ്രഹത്തിന്റെ ചെവിയിലൂടെ ഉള്ളിലേക്ക് കടത്തി. അത് വിഗ്രഹത്തിന്റെ വായയിലൂടെ പുറത്തേക്ക് വന്നു. മന്ത്രി പറഞ്ഞു, ഇതൊന്നിനും കൊള്ളാത്ത വിഗ്രഹമാണ്. കാരണം ഇത് കേൾക്കുന്ന കാര്യങ്ങൾ ഉടനെ വിളിച്ചു പറയുന്ന വിശ്വസിക്കാൻ കൊള്ളാത്ത മനുഷ്യനെ പോലെ. രണ്ടാമത്തെ വിഗ്രഹം. മന്ത്രി അടുത്ത വിഗ്രഹത്തിന്റെ ചെവിയിലൂടെ നാറിട്ടു. അത് മറ്റേ ചെവിയിലൂടെ പുറത്തേക്ക് വന്നു. മന്ത്രി ഇത് പറഞ്ഞു, ഇടത്തരമാണ്. ഒരു ചെവിയിലൂടെ കേൾക്കുന്നത് മറ്റേ ചെവിയിലൂടെ കളയുന്ന ഒന്നും ശ്രദ്ധിക്കാത്ത മനുഷ്യനെ പോലെയാണിത്. മൂന്നാമത്തെ വിഗ്രഹം. മന്ത്രി അവസാന വിഗ്രഹത്തിന്റെ ചെവിയിലൂടെ നാറിട്ടു. അത് ഉള്ളിലേക്ക് പോയി പുറത്തേക്ക് വന്നതേയില്ല. മന്ത്രി പറഞ്ഞു, ഇതാണ് ഏറ്റവും മികച്ച വിഗ്രഹം. കേൾക്കുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉത്തമനായ മനുഷ്യനെ പോലെയാണിത്. വ്യാപാരി അത്ഭുതപ്പെട്ടുപോയി. അദ്ദേഹം ആ വിഗ്രഹങ്ങൾ രാജാവിന് സമ്മാനമായി നൽകി. ഗുണപാഠം. നമ്മൾ എന്ത് കേൾക്കുന്നു എന്നതിനേക്കാൾ അത് എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതിലാണ് നമ്മുടെ മൂല്യം അടങ്ങിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സുഹൃത്തുക്കളെ. ഇനിയും ഇതുപോലത്തെ ഗുണപാഠമുള്ള കഥകൾ കേൾക്കാനായി എന്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മക്കളെ.